85കളിൽ മലയാള സിനിമയിൽ 85, 85, 90 ആ പീരീഡിൽ ഒരു 80, 90ൽ മലയാള സിനിമയിൽ ഒരു സെൻസേഷനായിരുന്ന ഒരു ഹീറോയിനായിരുന്നു ലിസി എന്ന് പറയുന്ന ലിസി പ്രിയദർശൻ. ഇപ്പോഴത്തെ ആദ്യമായിട്ട് ഈ പ്രിയദർശൻ എന്ന ഡയറക്ടറെ ആദ്യമായിട്ട് സിനിമയിലത്തെല്ലാം ഞാൻ ചോദിക്കാം, ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന എവിടെ വെച്ചിട്ട്? ആദ്യം പറഞ്ഞതിൻ്റെ മറുപടി പറയട്ടെ. ഈ സെൻസേഷൻ അതെല്ലാം കുറച്ച് എക്സാജറേഷൻ, അതൊന്നും വേണ്ട. പ്രിയേട്ടനെ കണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഓടരുതമ്മാവ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഞാൻ ബാലചന്ദ്രൻ മേനോൻ്റെ ഒരു ആരാൻ്റെ മുല്ല കൊച്ചുമുല്ല എന്ന് പറഞ്ഞൊരു പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശങ്കറില്ലേ ആർട്ടിസ്റ്റ്, ശങ്കരേട്ടന് ഞാനും ഉണ്ടായിരുന്നു ആ പടത്തിൽ. ശങ്കരേട്ടൻ എന്നോട് ചോദിച്ചു, ലിസി പൂച്ചയ്ക്കൊരു മൂക്കുത്തി പടം കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കണ്ടു, ഇഷ്ടപ്പെട്ടോ? ഞങ്ങളും തിയേറ്ററിൽ ഞാനും ഫ്രണ്ട്സും ഒക്കെ കോളേജിൽ നിന്ന് പോയിരുന്ന് കണ്ടു, ഒരുപാട് ചിരിച്ച് രസിച്ച ഒരു പടമാണെന്ന് പറഞ്ഞു. ആ പടത്തിൻ്റെ അതേ യൂണിറ്റ് തന്നെ തിരിച്ച് വീണ്ടും ഒരു പടം എടുക്കുന്നുണ്ട്, അതിൽ എൻ്റെ ഹീറോയിനായിട്ട് അഭിനയിക്കാമോ എന്ന് ചോദിച്ചു. എനിക്ക് ആദ്യം വിശ്വാസമായില്ല. ഞാൻ പറഞ്ഞു അതിന് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒന്നും എന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ ശങ്കരേട്ടാന്ന് ചോദിച്ചു. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ ലിസിയുടെ മറ്റേ പ്രശ്നം ഗുരുതരം അങ്ങനെ 2-3 പടങ്ങൾ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവർ ചോദിച്ചു ലിസിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ശങ്കരേട്ടനാണ് ആ പടത്തിൽ കൺഫേം ചെയ്യുന്ന. അതിൻ്റെ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആരെയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ശങ്കരേട്ടൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്ന അന്ന് രാവിലെ ട്രിവാൻഡ്രത്ത് നിന്ന് സുരേഷ് കുമാറിൽ, മേനകയുടെ ഹസ്ബൻഡ് സുരേഷ് കുമാറും സനൽകുമാറും കൂടെയാണ് ആദ്യം വരുന്നത്. ആദ്യം വന്നിട്ട് പറഞ്ഞു എല്ലാം കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ ലിസിക്ക്, പ്രോബ്ലം ഒന്നും ചോദിച്ചാൽ എന്ത് പ്രോബ്ലം? ഇവനല്ല, പടത്തിൻ്റെ ഡയറക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല, ഇനി അവിടെ ചെന്നിട്ട് സെറ്റിൽ ചെന്നിട്ട് എന്നെ വേണ്ട കൊള്ളൂല്ല എന്നെങ്ങാനും പറയുക. അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അമൃത ഹോട്ടലിലായിരുന്നു ഒരു യൂണിറ്റ് എല്ലാവരും താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നേരെ പറഞ്ഞു, ഡയറക്ടർ എൻ്റെ അടുത്ത് കണ്ണാടിയൊക്കെ വെച്ചിട്ട് പൊക്കമൊക്കെ ഉള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രിയദർശനാണ്, പടത്തിൻ്റെ ഡയറക്ടറാണ്. റെസ്പെക്റ്റൊക്കെ കാണിച്ച് നിന്ന് തൊഴുത്. അപ്പോൾ എൻ്റെ ടെൻഷൻ മുഴുവൻ ഇനി വേണ്ടാന്ന് പറയോ, ഇത് കൊള്ളൂല്ല, ഈ പെണ്ണ് കൊള്ളൂല്ല എന്നൊക്കെ പറയുമെന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും പറഞ്ഞില്ല, നന്നായിട്ടുണ്ടെന്നും ഓക്കെ വേണമെന്നോ ഒന്നും പറഞ്ഞില്ല. നേരെ എല്ലാവരും കൂടെ പ്രൊഡക്ഷൻ മാനേജർ ആരോ വന്നിട്ട് പറഞ്ഞു കാറ് റെഡി ആയിട്ടുണ്ട്, ലൊക്കേഷനിലോട്ട് പോകുന്നു. നേരെ മെർലാൻ സ്റ്റുഡിയോ ചെന്നു അഭിനയിക്കുന്നു. ഒരു എന്താ പറയുന്ന കഥ എന്താണെന്നോ ഇത് അഭിനയിക്കുന്നുണ്ട് ഒന്നുമില്ല, അഡ്വാൻസ് ഇല്ല, ഒന്നുമില്ല, നേരെ പോയി അഭിനയിക്കുക. ഇന്നും ആ പടത്തിൻ്റെ അഡ്വാൻസ് ഒന്നും എനിക്ക് തന്നിട്ടില്ല, കഥയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ അമൃത ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രിയേട്ടൻ ആദ്യമായിട്ട് കാണുന്നത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്ന പോലെ ഈ അമൃത ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു പ്രിയേട്ടനായിട്ട് അന്ന് തന്നെ തുടങ്ങിയോ അതോ അത് എപ്പോഴാണ് തുടങ്ങിയത്? അത് പറയും. കുറേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നുമല്ല കേട്ടോ. അതെപ്പോഴാണ് തുടങ്ങിയതെന്നൊന്നും എനിക്കൊന്നും അറിഞ്ഞൂടാ. ആ പടം അഭിനയിക്കുമ്പോൾ എനിക്ക് ആകെ 16 വയസ്സുണ്ട്. അപ്പോൾ നമുക്ക് ലവ് എന്താണെന്ന് ഒന്നും അറിഞ്ഞൂടാ ആ സമയത്തൊക്കെ. നേരെ കോളേജിൽ നിന്ന്, അതും +2 അവിടുത്തെ അവിടെ പ്രീ ഡിഗ്രി ആണല്ലോ, പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പം പിടിച്ച് അഭിനയിച്ചതാണ്. എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്കപ്പോൾ തോന്നിയ എനിക്ക് ഇഷ്ടമുണ്ടെന്ന്. ഇപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം അത്ര അന്ന് അതിനെക്കുറിച്ച് അത്രേ അറിവുള്ളൂ നമുക്ക്. അതിനുള്ള ഒരു പ്രണയമാണെന്നോ അതെപ്പോൾ തുടങ്ങിയെന്നോ അന്നൊന്നും ചോദിച്ചാൽ അറിഞ്ഞൂടാ. ഇന്നും സത്യമായിട്ട് അറിഞ്ഞൂടാ. പക്ഷേ ഒരു സമയത്ത് ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ലൈഫിൽ നിങ്ങൾ തമ്മിലിങ്ങനെ കുറേശ്ശെ എടുത്തുകൊണ്ടിരിക്കുന്നു, പടങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് തമ്മിൽ ആര് ഇനിഷ്യേറ്റീവ് ആദ്യം എടുത്തത്? എനിക്ക് സ്നേഹമാണ് ഇനിഷ്യേറ്റീവ് ഒക്കെ പ്രിയേട്ടൻ തന്നെ എടുത്തത്, എല്ലാം പ്രിയേട്ടൻ തന്നെ എടുത്തത്. അത് എനിക്കങ്ങനെ പറയാനൊന്നും അറിഞ്ഞൂടാ, പറയാനുള്ള ഒരു ധൈര്യമില്ല. എന്ത് പറയാൻ അറിയാമോ ഒരു 16 വയസ്സിൽ? ഒന്നും അറിയില്ല സത്യം. അറ്റ്ലീസ്റ്റ് ലിസിക്ക് എപ്പോഴായിരുന്നു ഇഷ്ടമായിരുന്നു, റിയലൈസ് ചെയ്തെന്ന് എന്നോട് ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ശരി, ഞാനും ഇഷ്ടമാണ്, അപ്പൊ തൊട്ട് നമുക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ജീവിതത്തിലെ പങ്കാളിയായിട്ട് ഞാൻ ഈ പ്രിയേട്ടനെ തന്നെയാണ് എന്നുള്ള മനസ്സിൽ അന്ന്. അല്ലാതെ ചുമ്മാ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കുറച്ച് നാൾ പ്രേമിച്ച് പിന്നെ ഒരാൾ വേറൊരാൾ അങ്ങനെയൊന്നുമില്ല. എനിക്ക് അപ്പം തൊട്ടെല്ലാം സീരിയസ് ആണ്. ഞാൻ എന്ത് ചെയ്താലും സീരിയസ് ആയിട്ടേ ചെയ്യുള്ളൂ ലൈഫിൽ. വാശിക്കാരിയാണല്ലോ? വാശി എന്ന് പറയാൻ പറ്റില്ല, വാശിയൊക്കെ ഉണ്ട് കുറച്ചുണ്ട്.
അപ്പോൾ അത് മനസ്സിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു, ഞാൻ പ്രിയദർശനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നുള്ളത്. ആ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആ ഫീൽഡ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്ന് അത് കഴിഞ്ഞൊരു ഭാര്യയായി, അത് ഒരു ഡയറക്ടറെ, തിരക്കുള്ളൊരു ഡയറക്ടറുടെ ഭാര്യയായി, അമ്മയായി, ലോട്ട് ഓഫ് ചേഞ്ചസ്. ആ ചേഞ്ചിനെ എങ്ങനെയാണ് ലിസി അക്സെപ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനോട് കൂടിയിട്ട് ഇഴകി ചേർന്ന് പോകുന്നത്? ഹൗ ഡു യു ലിവ് അപ്പ് ടു ദാറ്റ്? ഒരുപാട് വ്യത്യാസമുണ്ട് ഈ കല്യാണത്തിന് മുൻപും പിൻപും. അതായത് കല്യാണത്തിന് മുമ്പ് അഭിനയിക്കുക, കാശ് വാങ്ങിക്കുക, അടുത്ത സെറ്റിൽ പോവുക, റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭാര്യ എന്നുള്ള റെസ്പോൺസിബിലിറ്റിനെക്കാട്ടിലും കൂടുതലാണ് അമ്മ എന്നുള്ള റെസ്പോൺസിബിലിറ്റി. ഒന്നാമത് ഈ എക്സ്പീരിയൻസ്, അതായത് ഇപ്പം നമ്മൾ സാധാരണ വീട്ടിലൊക്കെ നമ്മുടെ ചേച്ചി, അനിയത്തി അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കുട്ടികളെ കണ്ട് അവരെങ്ങനെയാണ് വളരുന്നതെന്നൊക്കെ നോക്കി ആ ഒരു ശീലമില്ല. ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ച മുഴുവൻ. അപ്പം എൻ്റെ വിചാരം മുഴുവൻ കുട്ടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ ആകെ ഒറ്റ മോളാണ്, എനിക്ക് അനിയത്തിമാരോ ചേട്ടനോ ചേച്ചിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ വിചാരം നമ്മൾ കുട്ടീനെ ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങിക്കോളും, ആഹാരം കൊണ്ട് സ്പൂണ് വായിൽ കൊണ്ടുവന്നാൽ അവരങ്ങ് വിളിച്ച് തന്നോളും, കഴിച്ചോളും, ഉറങ്ങിക്കൊള്ളും. അതിൻ്റെ പുറത്തുള്ള ഇത്രയും കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ കല്യാണം കുട്ടിയായപ്പോൾ നല്ല കാലം എനിക്കൊരു ഒരു വയസ്സായിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു, കുക്കായിട്ടുണ്ടായിരുന്നു. അവരാണ് ശരിക്കും കുട്ടീനെ കുളിപ്പിക്കുന്നത് നോക്കും. എനിക്കിപ്പോഴും കുട്ടികളെ കുളിപ്പിക്കാൻ അറിഞ്ഞൂടാ. ഈ എടുത്തു മടിയിൽ ഇങ്ങനെ നേരെ ചുവ എടുക്കാൻ അറിയില്ല കുട്ടീനെ. വലിയ പാടായിരുന്നു അത്. ആഹാരം കൊടുക്കുന്നോട്ട് ഒരു 5-6 മാസം കഴിഞ്ഞപ്പം എല്ലാം ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങി. മറ്റേത് എനിക്ക് അറിഞ്ഞൂടാ. ഉറങ്ങാൻ പറഞ്ഞാൽ തട്ടി കൊടുത്താൽ അങ്ങ് ഉറങ്ങിക്കോളുന്നായിരുന്നു എൻ്റെ വിചാരം മുഴുവൻ. സത്യമായിട്ട് അങ്ങനെ വിചാരിച്ചു. പിന്നെ നമുക്ക് മനസ്സിലായി ഇത് കുട്ടികളെ വളർത്തുക എന്ന് പറയുന്ന വലിയ പാടാണെന്ന്. ഇപ്പം അതുകൊണ്ട് മറ്റത് എവിടെ കുട്ടികളെ കണ്ടാലും ഓടിച്ചെല്ലാം എടുക്കുക, കൊഞ്ചിക്കുകയൊക്കെ ചേരുന്നത്. ഇപ്പം നമ്മൾ ആദ്യം ആലോചിക്കുന്നത് എൻ്റെ അമ്മ എന്ത് പാടാണ് ഈ കുട്ടികളെ രണ്ടുപേരെയും വളർത്തിക്കൊണ്ടുവരാൻ. സത്യമായിട്ടും എളുപ്പമുള്ള പണിയേ അല്ല അത്. അതിൽ പ്രിയേട്ടൻ്റെ മോറൽ സപ്പോർട്ടോ ഫിസിക്കൽ സപ്പോർട്ടോ ഒന്നുമില്ല. ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ പ്രിയേട്ടൻ്റെ. മോറൽ സപ്പോർട്ടും ഇല്ല, ഫിസിക്കൽ സപ്പോർട്ടും ഇല്ല, ഇമോഷണൽ സപ്പോർട്ടും ഇല്ല, ഒന്നുമില്ല. കാരണം പ്രിയേട്ടൻ ഇല്ല ഇവിടെ, ഒന്നാമത്തെ കാര്യം. എപ്പോഴും ഇല്ല. പിന്നെ പ്രിയേട്ടനെ എന്നെക്കാട്ടിലും കഷ്ടമാണ്. ഞാൻ പിന്നെയും ഭേദം. പ്രിയേട്ടൻ ഇന്ന് മോൾ ആദ്യമായിട്ട് കൈകൊണ്ട് എടുക്കുന്ന അവൾക്ക് 4 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. അടുത്ത് വന്നിങ്ങനെ നോക്കും, കൊഞ്ചിക്കും, പോവും എന്നല്ലാതെ എടുക്കാൻ പേടിയായിരുന്നു പ്രിയേട്ടന്. ഞാനൊക്കെ പിന്നെ എടുക്കുമായിരുന്നു, പ്രിയേട്ടൻ എടുക്കത്തില്ലായിരുന്നു. പ്രിയേട്ടനെ ശരിക്കും കുട്ടികളെ ഇഷ്ടമായി തുടങ്ങിയത് എനിക്ക് നേരെ തിരിച്ചാണ്. പ്രിയേട്ടന് കുട്ടികളെ പ്രിയേട്ടന് മൂത്ത മോള് ജനിച്ചതിന് ശേഷമാണ് കുട്ടികളോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. അത് കഴിഞ്ഞ് പ്രിയേട്ടൻ്റെ മൂവീസിലൊക്കെ ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. കുട്ടികൾ മിന്നാരം എന്നൊക്കെ പറഞ്ഞ പടമൊക്കെ എടുത്തപ്പോൾ തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറി, കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി പ്രിയേട്ടൻ്റെ. ഈ സിനിമ ഫീൽഡിൽ കുറേ കപ്പിൾസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്നേഹിച്ചു, കല്യാണം കഴിച്ചു, പിന്നെ കേൾക്കാൻ 2 വർഷം അല്ലെങ്കിൽ 1 വർഷം, 3 വർഷം, 4 വർഷം കഴിയുന്നതും ചിലത് അവരുടെ ഡൈവോഴ്സ് റേഞ്ച് അത് കുറച്ച് കൂടുതലാണ്. ലിസി അതിനെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതോ അല്ല, നമുക്ക് ദൈവം സഹായിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പകുതി സമയം പ്രിയേട്ടൻ ഇവിടെ ഇല്ല. ഈ എപ്പോഴും അടുത്തുണ്ടെങ്കിലാണ് ഈ കുറ്റം കണ്ടുപിടിച്ച് നോണ്ടി പ്രശ്നങ്ങൾ വരിക. അതില്ല ഒന്നാമത്. ഇതൊന്നും അല്ല സത്യം പറഞ്ഞ ഇതിൻ്റെ മെയിൻ. നമുക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പൊരുത്തക്കേടുകളൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പം എല്ലാവരും ചോദിക്കും ഏജിൻ്റെ ഡിഫറൻസ്. ഈ ഏജ് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ മാരേജിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെ ഏജ് ഡിഫറൻസ് ആണ്. ഈ ഏജ് ഡിഫറൻസ് വരുമ്പോൾ ഒരു ഗുണം വെച്ചാൽ ഒരേ ഏജിലാകുമ്പോൾ നമുക്ക് ഈഗോ വരും. നിനക്ക് എന്താ അറിയാം, എനിക്കറിയാം, ഞാൻ നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല. ഈ ഏജ് ഡിഫറൻസ് വരുമ്പം എന്തായാലും അത്രയും പ്രായം അറിയാൻ പറ്റുമല്ലോ, പ്രിയേട്ടൻ പറയുന്നതായിരിക്കും ശരി എന്ന് നമ്മൾ വിട്ടുകൊടുക്കും എപ്പോഴും. പിന്നെ പ്രിയേട്ടനും അതുപോലെ ഉണ്ടാവും. അതെന്താ ചെറിയ പെണ്ണല്ലേ, വിട്ടേക്ക്, ആ തോന്നൽ പ്രിയേട്ടനും ഉണ്ടാവും. ആരെങ്കിലും ഒരാൾ എപ്പോഴും കുറച്ച് താഴ്ന്നിരിക്കണം മാരേജിൽ. അത് എപ്പോഴും ഭാര്യ ആയിരിക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത്. പ്രായം കൊണ്ട് എല്ലാം കൊണ്ടും ഭാര്യ എപ്പോഴും കുറച്ച് ആ ലെവലിൽ നിന്ന് എപ്പോഴും ഈ കോളേജ് ഒന്നിച്ച് പഠിച്ചവർക്കൊക്കെ വിട്ടുകൊടുക്കില്ല. നിനക്ക് എന്നെക്കാട്ടിലും വലുതാവേണ്ട കാര്യമില്ലല്ലോ. അതാണ് എപ്പോഴും ഈ ഈഗോ പ്രശ്നം വരുന്ന അവിടെ. എനിക്കൊന്ന് പ്രായ വ്യത്യാസം ഉള്ളപ്പോൾ ഈഗോ എന്ന് പറഞ്ഞ പ്രശ്നം വരത്തില്ല. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പം എല്ലാവരുടെയും കാര്യത്തിൽ സത്യമാവണമെന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമാണ്.
നിങ്ങൾ രണ്ടുപേരും പ്രിയേട്ടനും ലിസിയും സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അത് ദാറ്റ് വാസ് അബൌട്ട് 14 years back. അന്നത്തെ യുവമിഥുനങ്ങളായിട്ടായിരുന്നു നിങ്ങൾ. യുവം എന്ന് പറഞ്ഞാൽ പ്രിയേട്ടനും ലിസിയും തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് ആയിരിക്കും ശരി സംഭവിച്ചു. അതിനെപ്പറ്റി നമ്മൾ ആർഗ്യൂ ചെയ്യുന്നില്ല, മനസ്സിനകത്ത്. അപ്പോൾ ഇപ്പോഴത്തെ യുവമിഥുനങ്ങൾക്കുള്ള മെസ്സേജ്? യുവമിഥുനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഈ റൊമാൻസും കാര്യങ്ങളും ഇതെല്ലാം എല്ലാ കാലവും നിലനിൽക്കണമെന്നില്ല. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഞങ്ങൾ തമ്മിൽ വഴക്കില്ലാത്തതിൻ്റെ മേജർ ഫാക്ടർ എന്ന് പറയുന്നത്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഈ എടുത്തു പിടിച്ച് ഓടിപ്പോകുമ്പോൾ നമ്മളതൊന്നും ആലോചിക്കത്തില്ല. ദൈവം സഹായിച്ചു പ്രിയേട്ടൻ ആരും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ജീവിക്കുന്നത്. സ്വന്തം കാലിൽ നിന്ന് ഇന്നും സ്വന്തമായിട്ട് സമ്പാദിക്കുന്നത്, അത് നല്ല രീതിയിലുള്ള വരുമാനം ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ നാളെ കുറച്ച് കഴിയുമ്പം 2 കുട്ടികളൊക്കെ ആകുമ്പം റൊമാൻസൊക്കെ പോയിട്ട് ജീവിതത്തിൻ്റെ ഈ എന്താ പറയുന്നത് പ്രാക്ടിക്കൽ ലൈഫിലോട്ട് നമ്മൾ കടക്കുമ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാക്കും. അപ്പോൾ അച്ഛനും അമ്മയും സപ്പോർട്ട്, ആരെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തോന്നും സിനിമയിലൊക്കെ ഒളിച്ചോടിപ്പോയിട്ട് എല്ലാവരും കല്യാണം കഴിക്കും, പക്ഷെ അത് കഴിഞ്ഞ് അവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നില്ല. അതാണ് നമ്മൾ ബാക്കി ജീവിതത്തിൽ കാണുന്നത്. ഈ ഫസ്റ്റ് പ്രശ്നം അവിടെ തുടങ്ങും, ഫിനാൻഷ്യൽ പ്രോബ്ലം തുടങ്ങും. പിന്നെ ഇൻലോസ് പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇവരൊക്കെ പിന്നെ ജാതി പ്രശ്നം, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാവാം. ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്കിതൊന്നും വേണ്ട. അൾട്ടിമേറ്റ്ലി എന്താ വേണ്ടതെന്നാണ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, കുട്ടികൾ സന്തോഷമായിട്ടിരിക്കണം, ഭർത്താവ് സന്തോഷമായിട്ടിരിക്കണം. ഭർത്താവ് സന്തോഷമായിട്ടിരുന്നാലേ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അത് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ഏത് രീതിയിലാണ് നമ്മളതിനെ എടുക്കുന്നതെന്ന് ഒരുപാട് ഉണ്ട്. നമുക്ക് സമൂഹം ഇല്ലാതെ ഒന്നും ജീവിക്കാനൊന്നും പറ്റില്ല, ഒറ്റയ്ക്ക് പോയിട്ട് അതൊന്നും പറ്റില്ല രവി. അതുകൊണ്ട് പ്രേമിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒളിച്ചോടി പോകണമെന്നൊന്നുമില്ല. പ്രേമം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ലേ, പ്രേമത്തിൻ്റെ മധുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് വേറെയാണ്. അതിനെ മനസ്സിലാക്കണം. നമുക്ക് ഞാൻ പറയുന്നത്, എനിക്കും പ്രിയട്ടനും തമ്മിൽ അങ്ങനെ എന്താ പറയുന്നത് ഒരുപാട് എക്സ്പെക്റ്റേഷൻസോ മൊത്തം പ്രോബ്ലം ആണെന്ന് വിചാരിച്ചിട്ട് തന്നെ കല്യാണം കഴിച്ചത്. നേരത്തെ ഇതൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. ഈ വിചാരിച്ച പ്രോബ്ലം ദൈവം സാധിച്ചൊന്നും ഉണ്ടായിട്ടില്ല. പ്രിയേട്ട ആദ്യം എന്നോട് പറയായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അമ്മയുടെ നിന്ന് നിനക്ക് അടി ഉറപ്പാണ്. എൻ്റെ അമ്മ എന്നെ ഇപ്പോഴും അടിക്കും, എൻ്റെ അനിയത്തീനെ അടിക്കും. നീ കേട്ടിട്ടില്ല എൻ്റെ അനിയത്തീനെ പറയുന്നത് ചീത്ത എന്നൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചാൽ എന്നെ വീട്ടിൽ കൊണ്ടുപോയത്. ടച്ചോട് ഇന്ന് വരെ ഞാനോ പ്രിയേട്ടൻ്റെ അമ്മയോ അല്ലെങ്കിൽ പ്രിയേട്ടൻ്റെ അച്ഛനോ അവർ തമ്മിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. എല്ലാവരും പറഞ്ഞു ജാതി വേറെ, പ്രായം വ്യത്യാസം, സോഷ്യൽ സ്റ്റേറ്റസ് എല്ലാം കൊണ്ടും എല്ലാവരുടെ കണ്ണിലും ഞങ്ങൾ എൻറ്റയർലി ഡിഫറെൻ്റാണ്. എനിക്കൊന്ന് ആ എൻറ്റയർലി ഡിഫറെൻറ്റ് അതായതുകൊണ്ടാണ് നമുക്കിതൊന്നൊരു പ്രശ്നം. ഇതൊക്കെ നാട്ടുകാർക്കേ പ്രശ്നമുള്ളൂ. എനിക്കൊരു പ്രശ്നമില്ല, പ്രിയേട്ടനും ഒരു പ്രശ്നമില്ല. ലിസിക്ക് ഓണത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മൾ കുട്ടിയായിരുന്ന സമയത്തുള്ള ഓർമ്മകളോ, കല്യാണം കഴിച്ചിട്ട് കുട്ടികളായിട്ട് വീട്ടിലോട്ട് ഓണം ആഘോഷിക്കാൻ പോയിട്ടുള്ളതോ, അങ്ങനെ ഏതെങ്കിലും ആ ഒരു നോസ്റ്റാൾജിയ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്, ഓണത്തിനെ പറ്റിയിട്ടുള്ള ഒരു രൂപം, ധാരണ, അതെന്താണത്? സത്യം പറഞ്ഞാൽ ഇല്ല. അങ്ങനെയൊന്നും എനിക്ക് ഒരു മോശപ്പെട്ട ഓണം എന്ന് പറയാനുള്ളത് വന്നിട്ടില്ല. അങ്ങ് ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് എല്ലാ ഓണവും നന്നായിരുന്നു എന്നല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു ഓണം അറിഞ്ഞൂടാ. ഇപ്പോൾ പ്രിയേട്ടൻ്റെ കൂടെ കല്യാണം കഴിച്ചതിന് ശേഷം പകുതി സമയം പ്രിയേട്ട ഇല്ല ഓണത്തിന് ഊണ് കഴിക്കാനൊന്നും. അതുകൊണ്ട് ഞാൻ അതാ പറഞ്ഞു, എനിക്ക് ഫെസ്റ്റിവൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പ്രിയേട്ടൻ ഉള്ളപ്പോൾ എല്ലാ ഓണം വിഷു എല്ലാം അതാണ് എനിക്ക്. അല്ലാതെ ഇപ്പം എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോഴല്ല ഞാൻ ഓണം ആഘോഷിക്കുന്നത്. അങ്ങനെ പറ്റത്തില്ല, അങ്ങനെ സാധിക്കില്ല. സിനിമയിൽ അങ്ങനെ ഒന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ പ്രിയേട്ടനുള്ളപ്പോൾ ഓണം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മക്കൾക്കും അതാണ് ഓണം. ആ സമയത്ത് നാട്ടിൽ പോകാറുണ്ടോ? എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോകുന്നത് വെച്ചാൽ ഓണം വിഷു